ഇതൊക്കെയാണ് എൻ്റെ മറ്റു മാങ്ങകളുടെ കളക്ഷൻ. ഇതെല്ലാം പലതരത്തിലുള്ള മാങ്ങകളാണ്. ഇതാണ് കാലാപ്പാടി. ഈ കാലാപ്പാടി മാങ്ങ ബാഗിനകത്തിട്ട് നിർത്തിയേക്കും. ഇത് കറക്റ്റ് ആയിട്ടില്ല. അതിന് പാകമാകുന്ന സമയത്ത് ഞാൻ എൻ്റെ കറക്റ്റ് വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഒരു മാങ്ങയുണ്ട് കറക്റ്റ് സൈസായി നിൽക്കുന്ന ബംഗനാപ്പള്ളി എന്ന് പറഞ്ഞിരുന്നത്. അത് നമ്മുടെ ആന്ധ്ര ഭാഗത്തൊക്കെ ഉണ്ടാകുന്ന ഒരു മാങ്ങയാണ്. അത് അത്യാവശ്യം നല്ല വലിപ്പവും നല്ല ടേസ്റ്റും. അതിൻ്റെ സീഡ് വളരെ ചെറുതാണ്. അത് നല്ല ഫ്ലഷ് ഉണ്ടാവും. അത് കറക്റ്റാണ് കാണിച്ചത്. എപ്പോഴും നമ്മൾ ഇതുപോലെ ബാഗിനകത്ത് പെർഫെക്റ്റ് നിർത്തിക്കഴിഞ്ഞാൽ മാങ്ങയ്ക്കും ഒരു കേടും സംഭവിക്കത്തില്ല, ഒരു ഈച്ചയും വന്ന് കുത്തത്തില്ല. സാധാരണ ഇതിന് ഞെട്ടിൽ ഒരു ഈച്ച വന്ന് കുത്തും. അപ്പോൾ അത് ഇങ്ങനെ പതുക്കെ ഞെട്ട് ചീഞ്ഞിട്ട് മാങ്ങ അറ്റുപോകും. അതാണ് കൂടുതലും പ്രശ്നം ഉണ്ടാവുന്നത്. ഈ ഒരു ബാഗ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്തരം പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാകും. പിന്നെ ഈ പൊടി മറ്റേതൊക്കെ വന്ന് വീഴുന്നത് എല്ലാത്തിൽ നിന്നും ഒരു നല്ല ഒരു ഇതായിരിക്കും ഈ ഒരു ബാഗ് ഇടുന്നത്. ഇപ്പോൾ മിക്കവാറും എല്ലാവരും ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബംഗനാപ്പള്ളി. പരന്ന ഷേപ്പാണ്, ഉണ്ടോ? പരന്ന ഷേപ്പും ഇനി ഇതിൽ കുറച്ചും കൂടെ വലുപ്പമാവും. വലുപ്പമായി കഴിഞ്ഞാൽ ഇത് ഏറ്റവും നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു മാങ്ങ. ഇത് ആന്ധ്രാപ്രദേശ് ആ ഭാഗത്തൊക്കെ ഉണ്ടാകുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ള മാങ്ങയാണ്. നമുക്കിവിടെ റെയറായിട്ട് മേടിക്കാൻ കിട്ടും. കണ്ടോ, അത്യാവശ്യം നല്ല സൈസാണ്. ഇതിൻ്റെ വെയിറ്റ് കാരണം ഈ ചില്ലി ഇങ്ങനെ താന്ന് കണ്ടോ. ഇത് നിൽക്കുന്ന ചട്ടി എന്ന് പറഞ്ഞാൽ അതാ വളരെ ചെറിയ ചട്ടി, ചെടിയൊക്കെ വെക്കുന്ന ചട്ടി. ഇതിനകത്താണ് ഈ ഒരു മാവ് നിൽക്കുന്നത്. ഇതിൻ്റെ ആവശ്യമുള്ളൂ, എല്ലാവരുടെയും വീട്ടിൽ പറ്റും. അതുപോലെ ഒരു 40 ചട്ടിയാണ് ഞാനിവിടെ വെച്ചേക്കുന്നത്, 40 വെറൈറ്റി. അപ്പോൾ മാങ്ങ ഉണ്ടല്ലോ ബംഗനാപ്പള്ളി. ശരി എന്നാൽ ഓക്കെ.